ഹലോ ഹലോ ഗൈസ്, എൻ്റെ വേറെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് നാരങ്ങ വെള്ളമാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സോഡ കഴിച്ചാണ് ഉണ്ടാക്കിയത്. ഇപ്രാവശ്യം ഞാൻ സോഡ ഇല്ലാണ്ട് നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ പോകുന്നത്. ആയിട്ടാണ് നമുക്ക് ഈ 2 നാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. ഒരു നാരങ്ങ പിഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അടുത്തും കൂടി പിഴിഞ്ഞു. ഇനി 2 നാരങ്ങയും കൂടി ഒന്ന് വെച്ച് നമുക്ക് ഒന്നും കൂടി പിഴിയണം. ഇനി നമുക്ക് ഈ നാരങ്ങ കളയാം. ഇനി നമുക്ക് ഒരു മുളക് ഒരു ഇഞ്ചിയുണ്ട്, അത് നമുക്ക് ഇവിടെ ഇട്ടൊന്ന് ചതക്കാം. ഗൈസ് തെറിച്ചു പോയി. ഗൈസ് ഒന്ന് കഴുകിയിട്ട് വരാം. ശരി, ഫൗളായിപ്പോയി. ഇതിൻ്റെ സത്തൊക്കെ കിട്ടേണ്ടത് കൊണ്ട് നമ്മൾ നന്നായിട്ട് ചതച്ചരക്കുകയാണ്. കുറച്ചൊക്കെ അടിയിലോട്ട് തെറിച്ച് പോയി. നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങ് മാറ്റി വെക്കാം. ഇനി നമ്മുടെ മുളകുണ്ട്, അതും കൂടി അങ്ങ് ചതയ്ക്കാം. നമ്മൾ ഇതും അത്തച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഇതിങ്ങോട്ട് എടുത്ത് ഇടാം. നമുക്കിത് രണ്ടും കൂടി മിക്സ് ആക്കി അങ്ങ് എടുത്തേക്കാം. ഇപ്പോൾ കഴുകാനൊന്നും എനിക്ക് സമയമില്ല, പിന്നെ ഞാൻ കഴിക്കണം. ഇനി നമ്മൾ ഈ നാരങ്ങ വെള്ളത്തിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ നാരങ്ങ ഇത് തണുത്ത വെള്ളം എടുത്തായിരുന്നു. ഇതൊന്ന് കൈ കഴുകട്ടെ ഗൈസ്. ഒരു സ്പൂൺ എടുത്തുകൊണ്ട് വരാമേ. തണുത്തോളം ഐശ്വര്യമായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളത്തോളം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. നമ്മളിത് ഇളക്കി എടുക്കുവാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വെള്ളം നിറച്ച് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ ഇതൊക്കെ അടയ്ക്കുന്നു. എന്നിട്ട് വെക്കുവാണത്തേക്ക് ഇനി നമുക്ക് കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിക്കണം. ഇല്ല നമ്മുടെ തൊണ്ട കത്തിപ്പോകും ഗൈസ്. അപ്പോൾ കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ച് നമ്മൾ മിക്സ് ആക്കുകയാണ്. ഇനി നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് നന്നായിട്ട് ഇളക്കുകയാണ്. നമുക്കിനി ആ ഒരു ചില്ല് ഗ്ലാസ്സിൽ എടുക്കാം. നമുക്ക് ചില്ല് ഗ്ലാസ്സിൽ നിന്ന് നമുക്കത് എടുത്ത് കുടിക്കാവുന്നതാണ്. ഇതൊന്ന് ഇറക്കട്ടെ. ഒന്ന് ടേസ്റ്റ് നോക്കാം ചെറുതായിട്ട്.
കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്കൊന്ന് ഒഴിക്കാം. ഇത് ഞാൻ കുടിച്ച് നോക്കിയിട്ട് ഇത് പറയാം. സൂപ്പറാണ് ഗൈസ്, നിങ്ങളും ട്രൈ ചെയ്യുക, എല്ലാവരും ട്രൈ ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഒരിക്കൽ കൂടി കാണാം. ബൈ.